പത്തനംതിട്ടയിലെ കോന്നി കല്ലേലി ചെക്ക് പോസ്റ്റിന് സമീപം കൊക്കാത്തോട് റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്ന വാർത്ത. കല്ലേലി എസ്റ്റേറ്റിലെ ഗേറ്റ് ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം തകർത്തു. അതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകർ കാണാം. റോഡിലൂടെ ഇങ്ങനെ ലൈസൻസ് കിട്ടിയ സാധനങ്ങൾ പോലെ ഇങ്ങനെ വരികയാണ് കാട്ടാനക്കൂട്ടം. നമുക്ക് റോഡുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പശുവിനെയും കാളയും പോത്തിനെയും ഒക്കെ കാണാൻ പറ്റുന്നത് പോലെ കാട്ടാനക്കൂട്ടത്തെ കാണാൻ പറ്റുന്നു എന്നത് ഈ കാലത്തിൻ്റെ ഒരു വിശേഷമാണ്. കാട്ടിൽ കഴിയാൻ കാട്ടാനകൾക്ക് താല്പര്യമില്ല, അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ മുംബൈയിലുണ്ടായി കോന്നിയിലുണ്ടായ സംഭവത്തെക്കുറിച്ച് നമ്മോട് വിവരിക്കുന്നു ടെലഫോണിൽ. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. യഥാർത്ഥത്തിൽ കാട്ടാനക്കൂട്ടം എത്ര കാട്ടാനകൾ ഉണ്ടായിരുന്നു? കാട്ടാനക്കൂട്ടം കാട് കയറി പോയോ? കാട്ടാനക്കൂട്ടം എന്തായാലും കാട് കയറി പോയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കല്ലേലി എസ്റ്റേറ്റിന്റെ ഗേറ്റ് അടക്കം തകർത്തിട്ടാണ് കാട്ടാനക്കൂട്ടം വന്നിരിക്കുന്നത്. ഈ കല്ലേലി എസ്റ്റേറ്റിൽ പൈനാപ്പിൾ കൃഷി അടക്കം നടക്കുന്നുണ്ട്. ഈ പൈനാപ്പിൾ അടക്കം കഴിക്കാൻ വേണ്ടി വരുന്ന കാട്ടാനകളാണ് എന്നാണ് അവിടുത്തെ നാട്ടുകാരും എസ്റ്റേറ്റിലെ തൊഴിലാളികളും പറയുന്നത്. ദിവസം തോറും ഇങ്ങനെ കാട്ടാനകളുടെ എണ്ണം പെരുകി പെരുകി വരികയാണ്. ഇത് മൂന്ന് മാത്രമല്ല, പല മേഖലകളിലായി ഈ കാട്ടാനകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് എന്ന വിവരമാണ് അവിടുത്തെ നാട്ടുകാർ നമുക്ക് നൽകുന്നത്. വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് അടക്കം തൊട്ടടുത്ത മേഖലയാണ്, പ്രദേശമാണത്. എന്നിട്ട് പോലും ആ മേഖലയിൽ നിന്ന് കാര്യമായ ഒരു പരിശോധന അല്ലെങ്കിൽ ആനകളെ വീണ്ടും കാട്ടിലേക്ക് തുരത്താൻ, ജണ്ടയ്ക്കപ്പുറത്തേക്ക് തുരത്താൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. കാട്ടാനകൾ ഇപ്പോൾ കാട് കയറി പോയി, പക്ഷെ കൂടുതൽ ദൂരത്തേക്ക് പോയിട്ടില്ല. അവ വീണ്ടും ഏതാണ്ട് റോഡിനടുത്ത പ്രദേശത്ത് തന്നെ തുടരുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ശ്രീജിത്താണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്.